സർ, യുഎഇക്ക് വലിയൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയാണ് യുഎസിലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ. അദ്ദേഹം പറയുന്നത് ദുബായും അബുദാബിയും ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ ടൂറിസ്റ്റ് രാജ്യങ്ങളാണ്. ഇത്തരത്തിൽ ടൂറിസം വരുമാനമായി അത്തരത്തിൽ വികസിക്കുന്ന യുഎഇ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇറാനുമായുള്ള ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ വളരെ വളരെയധികം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ യുഎഇയെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കും. യുഎഇ തകർന്നടിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് എത്രത്തോളം ശരിയാണ്? അത്തരത്തിൽ യുഎഇയെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ഇനിയും ഭാവിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? തീർച്ചയായും അതിപ്പോ യു എസ് എ സാമ്പത്തിക വിദഗ്ധൻ പറയൊന്നും വേണ്ട, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇന്ത്യക്കാർക്ക്. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് കാശ്മീർ. അതായത് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ഈ സ്വിറ്റ്സർലാൻഡ് എന്താണെന്ന് അറിയാലോ, ലോകത്തില് എല്ലാ ടൂറിസ്റ്റ് സഞ്ചാരികളും എപ്പോഴും ചെല്ലുന്ന അത്രയും നല്ല കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. ആ സ്വിറ്റ്സർലാൻഡിൽ ഏതു കാലത്തും ടൂറിസ്റ്റുകളുടെ തള്ളാണ്. ഇന്ന് സമാധാനപരമായിട്ട് സ്വിറ്റ്സർലാൻഡിലെ ലക്സംബർഗ് എന്ന സ്ഥലത്ത് അവിടെ തമാശ കേട്ടാൽ അത്ഭുതം, അവിടെ പോലീസില്ല. അങ്ങനെ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോ അതുമാതിരി കൺവേർട്ട് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് യുഎഇ. നമുക്കറിയാലോ കാശ്മീരിൽ ഈ കഴിഞ്ഞ 10 വർഷം വരെയും ദിവസവും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി, 2 ആൾ മരിച്ചു 3 ആൾ മരിച്ചു പറഞ്ഞത് ഒരു 10-70 കൊല്ലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാശ്മീരിൽ പോകാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. അത് പെട്ടെന്നായിരുന്നു ഈ 10 കൊല്ലം കൊണ്ട് അതിന് വലിയൊരു മാറ്റമാണ് ഈ ബി.ജെ.പി. സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിൽ ഉണ്ടായത്. ഇന്ന് കാശ്മീരിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് കേരളക്കാർക്ക് ഒരു കാർ എടുത്തിട്ട് ചിലപ്പോ കേരളത്തിൽ ഓടിക്കുമ്പോഴാ ബുദ്ധിമുട്ട്. ആ മംഗലാപുരം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ എത്തുന്നവരെയും കണ്ണും ചീമ്പിയിട്ട് ഹൈവേ കൂടെ വണ്ടി ഓടിക്കാം. അത്ര സുന്ദരമായ ഹൈവേ ആണെന്ന് പണിത് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ, അതും കാശ്മീരിൽ ഇന്ന് പണ്ടത്തെ കാശ്മീരല്ല, അവിടെ എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് ഗൈഡുകളും അവിടെ ഇവിടെയൊക്കെ പോകാനും കാഴ്ചകൾ കാണാനും താമസിക്കാനും ഒക്കെ എല്ലാതരം സൗകര്യങ്ങളും ഇന്ന് കാശ്മീരിൽ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.